കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസിന് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെ സ്വത്തുവിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പിനും രജിസ്ട്രേഷൻ ഐജിക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിയായിരിക്കെ കെ ബാബു നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാബുവിന്റെ പാസ്പോർട്ട് വിജിലൻസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാബുവിന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പാസ്പോർട്ട് വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകിയിരിക്കുന്നത്. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും യാത്രാവിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ഈ നടപടി. ആദായനികുതി വകുപ്പിനും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനാണ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശക്തമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. കേസിൽ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം പരിശോധനകൾ പൂർത്തിയാക്കി വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കെ ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ച വി.എം. സുധീരൻ തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് സുധീരൻ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFിൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFിൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച MM ഹസൻ വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നവരെന്ന് ഹസൻ പറഞ്ഞു. പ്രവൃത്തി സമയം ഓഫീസുകളിൽ ഓണത്തിൻ്റെ പൂക്കളം ഇടരുത്. പലരും അതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞാൻ പരസ്യമായി അനുകൂലിച്ചു. കാരണം അതിനെ അനുകൂലിക്കാൻ കാരണം അതിനെ രാഷ്ട്രീയമായിട്ടല്ല പലരും വിമർശിച്ചത്, അതിനെ വർഗീയമായി വിമർശിച്ചു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്കറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമെന്നും കടകംപള്ളി പറഞ്ഞു. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്. ഒരു സംഘടനയും നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉണ്ടാവുമായിരുന്നില്ല. RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകെ പറയുന്നത് ഈ ക്ഷേത്ര പരിസരം, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അത്തരം പരിശീലന കളരിയാക്കരുതെന്ന്. പാലക്കാട് തിരുവിഴാംകുന്ന് കന്നുകാലി ഫാമിലെ കാലികൾക്ക് ബ്രൂസലോസിസ് രോഗം. ആകെയുള്ള 384 കാലികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗം മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് പ്രവർത്തിക്കുന്ന വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലെ കന്നുകാലി ഫാമിലാണ് ജന്തുജന്യ രോഗമായ ബ്രൂസലോസിസ് പടർന്നു പിടിക്കുന്നത്. മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും രോഗം വന്ന പശുവിൻ്റെ പാലുപയോഗിക്കുന്നതിലൂടെയും രോഗം മനുഷ്യരിലേക്ക് പടരാം. പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുകയും ക്ഷീണം, സന്ധിവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന രോഗബാധയാണ് ബ്രൂസെല്ല. ഫാമിലെ 84 കന്നുകാലികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ രോഗം പിടികൂടിയവയാണിവ. രോഗബാധ കണ്ടെത്തിയവയെ കൊന്നൊടുക്കാനാണ് വെറ്റിനറി സർവകലാശാലയുടെ തീരുമാനം. രോഗം സ്ഥിരീകരിച്ചവയെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവയെ കൊല്ലാൻ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള സൗകര്യം തിരുവിഴാംകുന്നിലില്ല. മണ്ണുത്തിയിലെത്തിച്ച് കുത്തിവയ്പ് നൽകിയേ കൊല്ലാൻ കഴിയൂ. ഇതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ്. പ്രശ്നത്തിൽ വെറ്റിനറി സർവകലാശാലയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണ്ണൂർ തലശ്ശേരിയിൽ തെരുവ് നായയുടെ ആക്രമണം. നാടോടി സ്ത്രീയെയാണ് തെരുവ് നായക്കൂട്ടം ആക്രമിച്ചത്. ഇവർ താമസിച്ചിരുന്ന ടെന്റിനകത്ത് കയറിയാണ് നായ്ക്കൾ ആക്രമിച്ചത്. മമ്പരം പാലത്തിനടുത്തുള്ള നാടോടി സ്ത്രീയാണ് തെരുവ് നായ്ക്കൂട്ടം ആക്രമിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഹുൻസൂർ സ്വദേശി രാധയെ ഉറങ്ങിക്കിടക്കവെ തെരുവ് നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. മേൽചുണ്ട് നായ്ക്കൂട്ടം കടിച്ചെടുത്തിട്ടുണ്ട്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ രാധയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
മൂവാറ്റുപുഴയിൽ അധ്യാപിക ശാസിച്ചതിനെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച +2 വിദ്യാർത്ഥിനി മരിച്ചു. വാഴക്കുളം സ്വദേശിനിയായ കുട്ടിയാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്ന പെൺകുട്ടി പരീക്ഷയ്ക്കെത്തിയപ്പോൾ അധ്യാപിക ബാഗ് പരിശോധന നടത്തി. മൊബൈൽ ഫോൺ ഉണ്ടോ എന്നറിയാൻ മറ്റ് വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിക്കുന്ന കൂട്ടത്തിൽ പെൺകുട്ടിയുടെ ബാഗും പരിശോധിക്കുകയായിരുന്നു. ബാഗിൽ നിന്ന് ഒരു കത്ത് കണ്ടെടുക്കുകയും ഇതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ അധിക്ഷേപിക്കുകയും ചെയ്തതിനെ തുടർന്ന് മാനസിക വിഷമത്തിലായ പെൺകുട്ടി വീട്ടിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. മോളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ അച്ഛനോട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ ആക്ഷേപിച്ചതിൻ്റെ പേരിലാണ്. അതിലും ഭേദം അവള് മാറ്റി നിർത്തിയ ടീച്ചർ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, 2 അടി വെച്ച് വന്നാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. 70% പൊള്ളലേറ്റ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി ഇന്ന് രാവിലെ മരിച്ചു. രക്ഷിതാക്കളുടെ പരാതിയിൽ അധ്യാപികയ്ക്കെതിരെ വാഴക്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം അധ്യാപിക മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യം ഉറ്റുനോക്കുന്ന JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI ഐസ സഖ്യം വൻ വിജയത്തിലേക്ക്. കൗൺസിലർ സീറ്റുകളിൽ 15-ൽ 14 സഖ്യത്തിൽ വൻ ലീഡ്. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. നാളെയാണ് അന്തിമ ഫലം വരിക. അസമയം ദില്ലി സർവകലാശാലയിൽ ABVPക്ക് മുൻതൂക്കം. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, നിലവിലെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ വളരെ സുപ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മുന്നേറ്റം അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, എന്തായാലും വോട്ടെണ്ണൽ JNUവിൽ പുരോഗമിക്കും തോറും SFI ഒപ്പം ഐസ സഖ്യത്തിന്റെ ഭൂരിപക്ഷം റെക്കോർഡിലേക്ക് കടക്കുന്നതായാണ് നിലവിൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്. നിലവിൽ ചരിത്രമെഴുതി സഖ്യമായി മത്സരിച്ച SFIയും ഐസയും JNUവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുകയാണ്. ആദ്യഘട്ട വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ABVPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. 16 കൗൺസിലർ സീറ്റുകളിൽ 14ലും യുണൈറ്റഡ് ലെഫ്റ്റ് സഖ്യം സ്വന്തമാക്കിയിരിക്കുകയാണ്. സാൻസ്ക്രിറ്റ് കൗൺസിലർ സീറ്റിൽ മാത്രമാണ് ABVPക്ക് മുൻതൂക്കം നേടാനായത്. പരമ്പരാഗതമായി ABVPക്ക് മേൽക്കൈ ലഭിക്കാറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു സയൻസ് ഡിപ്പാർട്ട്മെന്റ്. എന്നാൽ ഈ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ 5 സീറ്റിലും SFI ഐസ സഖ്യം പൂർണ്ണമായി തൂത്തുവാരി. അതോടൊപ്പം സ്കൂൾ ഓഫ് ലാംഗ്വേജ്, സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ 5 സീറ്റുകൾ വീതവും SFI ഐസ സഖ്യം സ്വന്തമാക്കി. വ്യക്തമായ വോട്ടുകളുടെ മുൻതൂക്കത്തോടെയാണ് SFI ഐസ സഖ്യം ഈ സീറ്റുകൾ സ്വന്തമാക്കിയതെന്നതാണ് ശ്രദ്ധേയം. കേന്ദ്ര പാനലിലേക്കുള്ള വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. നിലവിലെ വിവരങ്ങൾ പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്ത് SFI ഐസ സഖ്യത്തിന്റെ മോഹിത് പാണ്ഡെയാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹം 300-ൽ പരം വോട്ടുകളുടെ ലീഡ് ചെയ്യുന്നതായാണ് ഇപ്പോൾ JNUവിൽ നിന്നും വ്യക്തമാകുന്നത്. അതോടൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് SFI പ്രവർത്തകനും അതോടൊപ്പം മലയാളിയുമായ അമലാണ് മത്സരിക്കുന്നത്. ഇദ്ദേഹവും 200-ൽ പരം വോട്ടുകളുടെ ലീഡ് ഇപ്പോഴും നിലനിർത്തുകയാണ്. അതിനാൽ നാളെ രാവിലെയോടുകൂടി വ്യക്തമായ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഉണ്ടാകും. ഇതിൽ SFI ഐസ സഖ്യം ശക്തമായ മുൻതൂക്കം നേടുമെന്ന കാര്യം വ്യക്തമാവുകയാണ്. അതോടൊപ്പം ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനം ABVP നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ നേടിയിരുന്ന ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ഇത്തവണ ABVPക്ക് നഷ്ടമായി. NSUവിലേക്ക് ABVPയുടെ ഒരുപാട് വോട്ടുകൾ ചോർന്നുവെന്ന കാര്യവും ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യക്തമാവുകയാണ്. നിലവിൽ രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഒക്കെ ഉയർത്തി പ്രചാരണം നടത്തിയിരുന്ന ABVPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് JNUവിൽ നിന്ന് ലഭിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനുള്ള പാഴ്ശ്രമമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ പിടിപ്പുകേടാണ് സുപ്രീം കോടതിയിൽ ഉത്തരം മുട്ടിച്ചതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. പ്രസ്താവനയിലാണ് ചെന്നിത്തല ഇക്കാര്യം പറഞ്ഞത്. ആസിഡ് ആക്രമണം തകർത്തെറിഞ്ഞ ജീവിതത്തിന്റെ ഇന്നലകളെ അതിജീവിച്ച് ഫാഷന്റെ ലോകത്തേക്ക് ചുവടുവെക്കുകയാണ് ഒരു പെൺകുട്ടി. അലഹാബാദ് സ്വദേശിനിയായ രേഷ്മ ഖുറേഷിയാണ് അതിജീവനത്തിന്റെ ഈ പുതിയ മുഖം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. ന്യൂയോർക്കിലെ FTL മോഡ് ഷോയിൽ ബോളിവുഡ് താരം സണ്ണി ലിയോണിനൊപ്പം റാമ്പിൽ ചുവടുവെക്കുമ്പോൾ രേഷ്മ ഖുറേഷി എന്ന 20-കാരിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് നിറംകെട്ട ജീവിതത്തിന്റെ വിങ്ങലുകളായിരുന്നില്ല, പ്രത്യാശയുടെ പുതുവെളിച്ചമായിരുന്നു. തന്റെ 18-ാം വയസ്സിലായിരുന്നു ക്രൂരത മനുഷ്യരൂപത്തിലെത്തി അവളുടെ സ്വപ്നങ്ങളെ അപഹരിച്ചത്. സ്വന്തം സഹോദരി, ഭർത്താവും സുഹൃത്തുക്കളും ചേർന്നാണ് രേഷ്മയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചത്. മുഖം വെന്തുരുകിയ ആ പെൺകുട്ടിക്ക് അവളുടെ ഒരു കണ്ണും നഷ്ടമായി. പക്ഷേ മുഖം തകർത്തവർക്ക് അറിയില്ലായിരുന്നു അവളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ചങ്കുറപ്പ്. ഒരു രാസവസ്തുവിനും ഉരുക്കിക്കളയാനാകാത്ത വീര്യമായി അവൾ ഉയർത്തെഴുന്നേറ്റു. ആസിഡ് ആക്രമണത്തിന് ഇരയായവരെ സംരക്ഷിക്കുന്ന മേക്ക് ലവ്നോസ്കേഴ്സ് എന്ന സംഘടനയിൽ ചേർന്ന് രേഷ്മ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടന്നു. ഒരു മോഡലാകണമെന്ന തന്റെ സ്വപ്നത്തിലേക്ക് മുഖം വികൃതമായെങ്കിലും അവൾ കടന്നെത്തി. ആ സ്വപ്നമാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ പൂവണിഞ്ഞത്. പ്രമുഖ ഡിസൈനർ അർച്ചന കോച്ചാറിന്റെ കോസ്റ്റ്യൂം അണിഞ്ഞായിരുന്നു രേഷ്മ റാമ്പിൽ ചുവടുവെച്ചത്.
ഈ ദിവസം താൻ ഏറെ ആഗ്രഹിച്ചതാണ്. നടക്കുമെന്ന് കരുതിയതല്ല. എല്ലാം ഭാഗ്യമായി കരുതുന്നു എന്ന് രേഷ്മ പറയും. ആ വാക്കുകൾ ജ്വലിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെതാണ്. മുഖം നഷ്ടപ്പെട്ട ലോകത്തിനുള്ള മുഖപടമില്ലാത്ത വാക്കുകൾ. ന്യൂസ് ഡെസ്ക്. പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി. ഹാജിമാർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് ഒഴുകുകയാണ്. നാളെയാണ് അറഫ സംഗമം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ഇത്തവണ ഹജ്ജിന് എത്തുമെന്നാണ് പ്രതീക്ഷ. തിരക്കൊഴിവാക്കാൻ തീർത്ഥാടകരെ നേരത്തെ തന്നെ തമ്പുകളിൽ എത്തിക്കാൻ അതത് രാജ്യങ്ങളിലെ ഹജ്ജ് മിഷനുകൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഹാജിമാർ ഇന്നലെ രാത്രി തന്നെ മിനായിലേക്ക് തിരിച്ചിരുന്നു. ഇന്ന് രാത്രിയോടെ തീർത്ഥാടകർ അറഫ സംഗമത്തിന് തിരിക്കും. ഹോർട്ടികോർപ്പ് പച്ചക്കറി വില വിപണി വിലയേക്കാൾ കൂട്ടരുതെന്ന ഉത്തരവ്. കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് MD ആണ് ഉത്തരവിറക്കിയത്. വിപണി വില കണക്കിലെടുത്ത് വേണം ഹോർട്ടികോർപ്പ് വിലയെന്നും ഉത്തരവിൽ പറയുന്നു. ഹോർട്ടികോർപ്പിൻ്റെ വിലയുടെ കാര്യത്തിൽ കർക്കശമായ സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റ് വിലയേക്കാളും താഴ്ന്ന വിലയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഇന്ന് അമരപ്പയർ 8 രൂപ കുറവിനാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ 7 മണിയുടെ വിലയാണ്. ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വില ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് വില കുറഞ്ഞാൽ അതനുസരിച്ച് ഇവിടെയും കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വില വാച്ച് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും പ്രദേശത്ത് കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ തന്നെ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ മിഷന്റെ ഓണാഘോഷം. അയൽസഭകളെ സംഘടിപ്പിച്ച് 2000 പൂക്കളം ഒരുക്കിയാണ് ഇത്തവണ കുടുംബശ്രീ പ്രവർത്തകർ ഓണം ആഘോഷിച്ചത്. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ CDSനു കീഴിലുള്ള 2021 കുടുംബശ്രീ യൂണിറ്റുകൾ പങ്കെടുത്തു. മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് പൂക്കള മത്സരം നടന്നത്. രണ്ടു മണിക്കൂറായിരുന്നു പൂക്കളം ഇട്ടുതീർക്കാൻ അനുവദിച്ച സമയം. മത്സരത്തിൽ വിവിധ അയൽസഭകളിൽ നിന്നായി 10,000-ലേറെ സ്ത്രീകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർദ്ധക്യം ആഘോഷിക്കൂ എന്ന സന്ദേശമുയർത്തി ആരോരുമില്ലാത്ത മുതിർന്നവർക്കൊപ്പം ഓണം ആഘോഷിച്ച കൊച്ചിയിൽ ഒരു കൂട്ടം മാധ്യമ വിദ്യാർത്ഥികൾ. കാക്കനാട് സൈനിക ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചാണ് ഇവർ മാതൃകയായത്. ക്യാമ്പസുകൾ ഓണാഘോഷത്തിന്റെ തിമിർപ്പിലാണ്. സർഗാത്മകവും പുരോഗമന ചിന്താഗതിക്കാരുമാണ് തങ്ങളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരെങ്കിലും ഈ വേറിട്ട ഓണാഘോഷത്തെ ഒന്ന് മാതൃകയാക്കണം. കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാധ്യമ വിഭാഗം PG വിദ്യാർത്ഥികൾ അമ്മമാരും പ്രായമുള്ളവരുമായി 40-ലധികം അന്തേവാസികളുള്ള കാക്കനാട് സൈനിക ആശ്രമത്തിലെത്തി അവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. R for റാറ്റ് എന്നല്ല ഇനി പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതെന്നും R for റെസ്പെക്ട് എന്ന് പഠിപ്പിച്ചു തുടങ്ങണമെന്നും ഇവർ ഒരു മനസ്സോടെ പറയുന്നു. ഓണാഘോഷത്തിൽ മുഖ്യ അതിഥിയായെത്തി ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ച ഗായിക രഞ്ജിനി ജോസ്. R for റെസ്പെക്ട് ഇല്ലാത്ത സ്ഥലത്ത് എല്ലാവരെയും അവഗണിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അവർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ ക്യാമ്പയിന് ഞാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രഖ്യാപിക്കുന്നു. കലങ്ങി മറിഞ്ഞ കണ്ണുകളിൽ പൊന്നോണത്തിന്റെ 1000 നിറങ്ങളാണ്. വിങ്ങുന്ന ചുണ്ടുകളിൽ ഒളിപ്പിച്ച പുഞ്ചിരിയുമായി അവർ താളം പിടിച്ചിരുന്നു. പൂക്കളം കണ്ട, പൂവിളി കേട്ട, തിരുവാതിര കണ്ട, അങ്ങനെ തൂശനിലയിൽ ഓണസദ്യയും തൊലി ചുളുങ്ങിയ കൈകളിൽ പൊന്നോണ പുടവകളും. അപ്പോഴേക്കും ഓണനാളിന്റെ ഓർമ്മകൾ ഓടിയെത്തിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച TK ഭാസ്കരൻ ആശ്രമത്തിലെ മുതിർന്ന അന്തേവാസിയാണ്. അപ്പാപ്പൻ കുട്ടികളുടെ സ്നേഹാദരം. അതെ, ഓണം വിരുന്നു വരുമ്പോഴൊക്കെയും ഇവർക്കത് മൂകമായ കാത്തിരിപ്പാണ്. അലക്സ്, രാം മുഹമ്മദ്, കൊച്ചി.